ഒരു കാര്യം, പാലക്കാട് സന്ദീപ് വാര്യരുടെ വരവ് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സമ്മതിച്ചല്ലോ, അവിടുത്തെ ഭൂരിപക്ഷം കണ്ടില്ലേ. അതെല്ലാതിൻ്റെ ഘടകങ്ങളാണ്, ഒരുപാട് ഘടകങ്ങളാണ്. ഞങ്ങളെപ്പോഴും ബി ജെ പിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾ പോകും. അപ്പോൾ CPM എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെ നിന്നായിരുന്നു? ബി ജെ പിയുടെ ക്യാമ്പിൽ നിന്നല്ലായിരുന്നു, കൂട്ടക്കരച്ചിൽ CPMൻ്റെ ക്യാമ്പിൽ നിന്നായിരുന്നു. എന്തൊരു സങ്കടമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ബി ജെ പിക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമോ. ഈ പറയണതിന് നേരത്തെ എന്താ പറയുന്നത്, വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു. ശരിയാണോ? അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞങ്ങൾ വടകരയിൽ 1.25 ലക്ഷം വോട്ടിന് ജയിച്ചു, ഇവിടെ 12,000 വോട്ടിന് ജയിച്ചു. അതെന്ത് ഡീല? അതൊക്കെ പറഞ്ഞവരതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകണം. മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോകരുത്. വടകര പാലക്കാട് ഡീലായിരുന്നു BJPയും CPM കോൺഗ്രസും തമ്മിൽ എന്ന് പറഞ്ഞവർ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോകണം. അവരിൽ CPMനെ അറിയായിരുന്നു 3-ാം സ്ഥാനത്താണ്. പിന്നെ CPM BJPയെ ജയിപ്പിക്കാനാണെന്ന് ഞാൻ പറയില്ല, കോൺഗ്രസിനെ UDFനെ തോൽപ്പിക്കാനാണ് നോക്കിയത്. എൻ്റെ അർത്ഥം BJP ജയിച്ചു വരുമെന്ന്. അതാണ് അവസാനം വരെ ശ്രമിച്ചത്. എന്തെങ്കിലും ഒരു അറ്റാക്ക് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് BJPക്കെതിരെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി, റെയ്ഡ് വിവാദം ഉണ്ടാക്കി, പെട്ടി വിവാദം ഉണ്ടാക്കി, സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി, സന്ദീപ് വാര്യർ വിവാദം ഉണ്ടാക്കി, പരസ്യ വിവാദം ഉണ്ടാക്കി. 6 കാര്യങ്ങളുണ്ടാക്കി. 6 കാര്യവും തിരിച്ചടിച്ചു. 6 കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് 1-ാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക്. അത് ആരെ ജയിപ്പിക്കാനായിരുന്നു? ഞാൻ ഇതൊക്കെ പറയുന്നത് തെളിവ് സഹിതമാണ്. വടകര പാലക്കാട് ഡീലെന്ന് പറയുന്ന തമാശ തന്നെ 7 നിലയിൽ ചീറ്റി വീണില്ലേ? പറയണം. വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം. സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ സീറ്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ. അല്ല, ഞങ്ങൾ അൺകണ്ടീഷണലായിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കാര്യം ദേശീയ നേതൃത്വവും KPCC പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ നിർത്തും. അത് തൃശ്ശൂർ സീറ്റാണോ? അല്ല, അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തു. കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട.